എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം രണ്ട് പാരാവാരം പോലുള്ള രണ്ട് വിഷയമാണ്. ഒന്ന് ഭരണഘടനയാണ്, മറ്റൊന്ന് വർഗീയതയാണ്. രണ്ടും വളരെ വലിയ സമയമെടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആട് ഇലകടിച്ച പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും എന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുകയാണ്. ലോകത്ത് ഭരണഘടനയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1789 കൂടിയാണ്. പ്രത്യേകിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷമാണ് ലോകത്ത് നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ രൂപത്തിൽ, പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടാകുന്ന കാലത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒന്നാണ്. ആധുനിക കാലത്തെ ഭരണഘടനകളുടെ ചരിത്രം ഏതാണ്ട് 1789 1789 മുതൽ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് 792 ഭരണഘടനകൾ ലോകത്തുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഭരണഘടനകളുടെ ശരാശരി പ്രായം അല്ലെങ്കിൽ നിലനിൽപ്പ് ഏതാണ്ട് 17 വർഷമാണ്. ഞാൻ അതിൻ്റെ മറ്റു ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലേക്ക് നാം കടക്കുമ്പോൾ 1950 ജനുവരി 26 നമുക്കൊരു ഭരണഘടന ഉണ്ടായത് എന്ന് നമുക്കറിയാം. ആ ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് 1939 മുതൽ 48 വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടനയുടെ ഒരു സുവർണകാലം എന്ന് പറയും. സുവർണകാലം എന്ന് പറയാനുള്ള കാരണം 6ഓളം ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ധാരകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഭാവി ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് 6ഓളം ഭരണഘടനകൾ മുന്നോട്ട് വച്ചിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്കിനെക്കുറിച്ച് ഇപ്പോൾ പല ആളുകൾക്കും വലിയ സംശയങ്ങളും ഒക്കെയാണ്, അല്ലെങ്കിൽ പറയേണ്ട ചരിത്രമൊന്നും ആളുകൾ പറയാറില്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വിളിച്ചു ചേർക്കണമെന്ന് പറയുന്ന ആദ്യത്തെ ആവശ്യം 1934 MN റോയിയാണ് ആദ്യമായി ഇന്ത്യക്ക്, സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കണം എന്ന് പറയുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിലപാട് അംഗീകരിക്കുന്നത്. 1941 ഓഗസ്റ്റിലാണ് ബ്രിട്ടൻ അത് അംഗീകരിക്കുന്നത്. പിന്നീട് 1945 ബ്രിട്ടീഷ് കോമൺ സഭ, പ്രഭുസഭ, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന ഒരു നിലപാടും മുന്നോട്ട് വെച്ചത്. ഈ 6 ഭരണഘടന ഏതൊക്കെയാണ്? ഒന്ന് MN റോയ്, എ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ്. അദ്ദേഹം കാൺപൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ആ ഡ്രാഫ്റ്റ് അദ്ദേഹം തയ്യാറാക്കുന്നത്. നാരായൺ അഗർവാൾ എന്ന് പറയുന്ന ഗാന്ധിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അദ്ദേഹം എ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന രൂപത്തിൽ അദ്ദേഹവും ഒരു ഭരണഘടനാ രൂപം മുന്നോട്ട് വെച്ചു. അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സോഷ്യലിസ്റ്റുകൾ എ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിപ്പബ്ലിക് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കരട് മുന്നോട്ട് വെച്ചു. ഹിന്ദു മഹാസഭയും എ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഹിന്ദുസ്ഥാൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ അവരും ഒരു ഭരണഘടന മുന്നോട്ട് വെച്ചു. ഇന്ത്യയിൽ 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായി എന്ന് നമുക്കറിയാം. ആ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി ജനാധിപത്യത്തിൻ്റെ രൂപത്തിൽ ആളുകളെ തെരഞ്ഞെടുക്കപ്പെടുകയും രാജാവിന് നാമമാത്രമായ അധികാരം മാത്രം കൊടുക്കുകയും ചെയ്ത മഹാരാഷ്ട്രയിലെ ഒരു നാട്ടുരാജാവ്, ഗാന്ധിയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുന്ന അദ്ദേഹത്തെ കൊണ്ടൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അദ്ദേഹവും ഒരു ഭരണഘടനാ കരട് തയ്യാറാക്കി മുന്നോട്ട് വെച്ചു. അപ്പം അങ്ങനെ 39 മുതൽ 48 വരെ നമ്മുടെ ഭരണഘടന രൂപം കൊള്ളുന്നതിന് മുൻപേ തന്നെ 6ഓളം ഭരണഘടനാ രൂപങ്ങൾ ഉണ്ടായി. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹിന്ദു മഹാസഭ, RSSൻ്റെയൊക്കെ മുൻ സംഘടനയാണെങ്കിൽ പോലും RSSകാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കണ്ടന്റുകൾ ഹിന്ദു മഹാസഭ മുന്നോട്ട് വെച്ച ആ ഭരണഘടനയിലും ഉണ്ടായി എന്ന് പറയുന്ന വിചിത്രമായ ഒരു സംഭവവും അതിൽ നിലനിൽക്കുന്നു. 2 വർഷം 11 മാസം 17 ദിവസം
ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സുദീർഘമായ ചർച്ചകൾ നടന്നു. 166 സിറ്റിംഗ് നടന്നു. 166 സിറ്റിംഗ്. 399ഓളം ആളുകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. ഇന്ത്യ പാക് വിഭജനത്തോടുകൂടി പാകിസ്ഥാനിലേക്ക് കുറേ ആളുകൾ പോയപ്പോൾ 299 അത് മാറി. ഭൂരിപക്ഷം ആളുകളും കോൺഗ്രസിൻ്റെ ആളുകളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന രൂപത്തിൽ വന്നത്. വലിയ വലിയ ചർച്ചകളൊക്കെ നടന്നു. ലോകത്ത് വോട്ടിനിട്ട് ദൈവത്തെ പുറത്താക്കിയൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. 1949 ഒക്ടോബർ 17 ഞാൻ അതുകൊണ്ട് ആ ചരിത്രം ഭരണഘടനയെക്കുറിച്ച് തന്നെ പറയണമെങ്കിൽ ഒരുപാട്, ഇപ്പോൾ പൗരത്വ നിയമമൊക്കെ ഉണ്ടായ സമയത്ത് 2-2.5 മണിക്കൂറൊക്കെ എടുത്താണ് നമ്മൾ ഈ ഭരണഘടന എന്താണെന്ന് കേരളം മുഴുവൻ പ്രസംഗിച്ച് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. ചുരുക്കി, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നെഹ്റുവാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അതിൻ്റെ പ്രിയാമ്പിളാണ് എന്ന് പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ആ യോഗത്തിലേക്ക് ആചാര്യ കൃപാലിനിയും അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദും, ഇവർ രണ്ടുപേരുടെ അകമ്പടിയോടുകൂടിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന രാജേന്ദ്ര പ്രസാദിനെ വേദിയിലേക്ക് ആനയിക്കുന്നത്. അങ്ങനെ വേദിയിലേക്ക് ആനയിക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 2 മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. 2 മുദ്രാവാക്യങ്ങൾ, ഒരു കോറസ് പോലെ. ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ്, മറ്റൊന്ന് ജയ് ഹിന്ദ്. ഇത് വേദിയുടെ ഒരറ്റത്ത് നിന്ന് വേദിയിലേക്ക് ഇങ്ങോട്ട് വരുന്നത് വരെ ആ പ്രതിനിധികൾ മുഴുവൻ തന്നെ ഒരു കോറസ് പോലെ ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ആ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇന്ത്യക്കാർ സിഖുകാരെന്നോ ജാട്ടെന്നോ ബ്രാഹ്മണനെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നിർത്തുക. ഒരുപാട് കടമകളും അനേകം അവകാശങ്ങളുമുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറക്കെ പറയുക. ഈ വർത്തമാന ഇന്ത്യയിൽ രാജേന്ദ്ര പ്രസാദ് ഈ പറഞ്ഞ കാര്യത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. വളരെ വളരെ പ്രാധാന്യമുണ്ട്. ജാട്ടെന്നോ സിഖെന്നോ ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ദളിതനെന്നോ പറയാതെ ഒരുപാട് കടമകളും ഒരുപാട് അവകാശങ്ങളുമുള്ള ഇന്ത്യക്കാരനാണെന്ന് പറയുക. ഇപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ മാറി. വി എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവരെ വി ദ പീപ്പിൾ, അല്ലാതെ എതിർക്കുന്നവരൊക്കെ തന്നെ വി ദ അതർ പീപ്പിൾ, വേറെ ആളുകളാണ്. അങ്ങനെ കാണുന്ന തരത്തിലുള്ള തരംതിരിവൊക്കെ ഈ ഭരണഘടനയ്ക്ക് പുതിയ ഭാഷ്യം വന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ അധ്യായം പതുക്കെ ചുരുക്കുക. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയം വർഗീയതയായതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരുപാട് ഗൗരവമുള്ള ചർച്ചകൾ നടന്നു. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവനാമത്തിലായിരിക്കണം എന്ന് പറയുന്ന വ്യാഖ്യാനം വന്നു. 3 പേര് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആവശ്യം ഉന്നയിച്ചു. പിന്നീട് പല ആളുകളുടെ എതിർപ്പുകൾ വന്നു. വലിയ ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ രാജ്യത്ത് അന്ന് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി. അവരൊക്കെ വലിയ വലിയ ചർച്ചകൾ വന്നു. 2 പേര് പിൻവലിച്ചു. എച്ച് വി കമത്ത് മാത്രം പിൻവലിച്ചില്ല. എച്ച് വി കമത്ത് എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം മാത്രം വി ദ പീപ്പിൾ പറ്റില്ല, അതുകൊണ്ട് അത് പിൻവലിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വോട്ടിനിട്ടു. അങ്ങനെ വോട്ടിനിട്ട് തള്ളിയതിന് ശേഷമാണ് നെഹ്റു പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരാവശ്യം വന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നു. അതേസമയം അംഗീകരിക്കപ്പെടാതെ പോയതും അതേസമയം വർത്തമാന ഇന്ത്യ നേരിടുന്ന ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗത്തിൽ വന്നിരുന്നു. അതിൽ 3 പേര് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് നമ്മുടെ മലയാളിയായിരിക്കുന്ന ദാക്ഷായണി വേലായുധൻ, മറ്റൊന്ന് രേണുക റേ. ഇവരെ പോലുള്ള ആളുകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉന്നയിച്ചത് അംഗീകരിക്കപ്പെട്ടില്ല, തിരസ്കരിക്കപ്പെട്ടു.
രേണുക റേ എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ അവസാന വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കുന്നതിൽ ഭരണഘടന വിജയിച്ചെങ്കിലും സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നതിന് ഒരു നിലപാടെടുക്കാത്ത പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, രേണുക റേ പറഞ്ഞ മറ്റൊരു കാര്യം, സ്വത്തവകാശം മൗലിക അവകാശമാക്കി മാറ്റിയത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ് എന്നാണ്. ദാക്ഷായണി വേലായുധം പറഞ്ഞത് ഭരണഘടനയുടെ കേന്ദ്രീകരണവും ഗവർണർ പോലുള്ള പദവികളും ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണി ഉയർത്തും എന്നും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഈ വാദഗതികളൊക്കെ വന്നു. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു താക്കോൽ, റൈമണ്ട് വില്യംസ് പറയുന്നത് പോലെ ചില പദങ്ങൾ താക്കോൽ പദങ്ങളാണ് എന്ന് പറയാറുണ്ട്. വാക്കുകളെക്കുറിച്ച് താക്കോൽ പദങ്ങൾ, നമുക്ക് വീട്ടിൽ കിടക്കണമെങ്കിൽ ഒരു അടച്ചിട്ട വീട്ടിൽ കിടക്കണമെങ്കിൽ താക്കോൽ പദങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചില താക്കോൽ പദങ്ങൾ വലിയ ചർച്ചകൾക്കൊക്കെ ശേഷം ചിലത് കോംപ്രമൈസ് ഉണ്ടായി, ചിലത് ഐക്യപ്പെട്ട രൂപത്തിലൊക്കെ വന്നു. അങ്ങനെയാണ് ഈ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ വിദഗ്ധന്മാരിൽ ഒരാളായിരിക്കുന്ന ഐവർ ജെന്നിങ്സ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 7 വർഷം മാക്സിമം വന്ന 7 വർഷം, അതിനപ്പുറത്തേക്ക് പോവില്ല എന്നാണ് ഐവർ ജെന്നിങ്സ് പറഞ്ഞത്. ഐവർ ജെന്നിങ്സ് ആണ് പഴയ ശ്രീലങ്കയുടെ സിലോണിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടന മൃതപ്രായനായി ശൈശവദശയിൽ വെച്ച് തന്നെ മരിച്ചുപോയി. എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഭരണഘടന 8 പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് മാറി വരുന്ന ഒരു സ്ഥിതിയാണ്. ഒരുപാട് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഒന്നായി മാറിയിരിക്കുന്ന ഒന്നാണ്. ഈ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അവസാനത്തെ യോഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഭരണഘടനാ ശില്പി അംബേദ്കർ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ റിപ്പബ്ലിക്കാകാൻ പോവുകയാണ്. ഭാവിയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ജന്മം കൊണ്ടേക്കാം. അങ്ങനെ ജന്മം കൊള്ളുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ മതത്തിന് മുകളിൽ രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഭാവിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതിഷ്ഠിച്ചാൽ അവസാനത്തെ തുള്ളി ചോരയും ചിന്തി ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി നാം രംഗത്തിറങ്ങണം. ഇപ്പം നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയൊക്കെ അങ്ങോട്ട് 3.25 കിലോ ഉണ്ട് അതിൻ്റെ തൂക്കം. നല്ല എഴുതി വളരെ ഭംഗിയായി എഴുതി വെച്ചിരിക്കുന്ന ഏതാണ്ട് 3.25 കിലോ തൂക്കമുള്ളൊരു ഭരണഘടന, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 292ഓളം വകുപ്പ്, 399ഓളം വകുപ്പുകൾ, 212ഓളം ഷെഡ്യൂളുകൾ, ഇങ്ങനെ ഒരുപാട് വലിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയാണ്. ഈ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച്, ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണല്ലോ. എബ്രഹാം ലിങ്കൻ്റെ ലോകപ്രശസ്തമായ ഒരു നിർവചനമാണ് ജനാധിപത്യത്തിന് നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം എന്ന് പറയും. ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് എബ്രഹാം ലിങ്കൻ നടത്തിയ പ്രസംഗമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളുടെ ഭരണം എന്ന് പറയുന്ന ലോകത്ത് ജനാധിപത്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒന്നതാണ്, നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, അല്ലേ? പക്ഷെ ഇപ്പോൾ ഈ ഫോർ ദ പീപ്പിൾ എന്നുള്ളിടത്ത് FOR ആണ്, ഫോർ. ആ ഫോർ ഒന്ന് പതുക്കെ അതിൻ്റെ കൂടെ ഒരു അക്ഷരം അങ്ങ് കൂടി ഒരു യു വന്നു, FOUR, ഫോർ, 4 പേർക്ക് വേണ്ടിയുള്ള ഭരണം എന്ന രൂപത്തിലേക്ക് ഇത് വന്നു. ബൈ ദ പീപ്പിൾ, BY എന്നാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു യു കൂടി വന്നു, ബൈ ദ പീപ്പിൾ, ഇങ്ങോട്ട് വാങ്ങുക. മറ്റൊന്ന് ഓഫാണ്, OF, ഓഫ്, അതിൻ്റെ കൂടെ ഒരു എഫും കൂടി OFF, എല്ലാം ഓഫ് ചെയ്യുക. ജനാധിപത്യവും സെക്യുലറിസവും മതേതരത്വവും ഫെഡറലിസവും എല്ലാം തന്നെ ഒരു ഭാഗത്ത് പുസ്തകമായിട്ട് അതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 22-ാം തീയതിയാണല്ലോ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു. 4 ശങ്കരാചാര്യന്മാരും മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ
ജനുവരി മാസത്തിൽ പ്രതിഷ്ഠാകർമ്മം, അമ്പലം പോലെയുള്ളതിന് പ്രതിഷ്ഠാകർമ്മം നടത്താനുള്ള ഒരു മുഹൂർത്തമില്ല. മാത്രമല്ല, പകുതി പണിയായി കഴിഞ്ഞൊരു അമ്പലത്തിൻ്റെ എങ്ങനെയാണ് പ്രതിഷ്ഠാകർമ്മം നടത്തുക? ശങ്കരാചാര്യന്മാരൊക്കെ തന്നെ വിട്ടുനിന്നു. ജനുവരി 22 എന്തുകൊണ്ടാണ് ജനുവരി 22 രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാർമ്മികനായി മാറിയത്? നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പറയുന്നത്. ജനുവരി 22 ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. നെഹ്റു പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിരിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാം, നമ്മുടെ ജനങ്ങൾ നമുക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞ ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പാസാക്കിയ ദിനമാണ് ജനുവരി 22. ജനുവരി 22 തീയതിയാണ് ഈ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പാസാക്കിയത്. അപ്പം ഞങ്ങൾ പ്രതിദാനം ചെയ്യാൻ പോകുന്ന ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയല്ല, മതരാഷ്ട്രത്തിൽ അധിഷ്ഠിതമായൊരു ഭരണഘടനയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു പ്രഖ്യാപനമായിരുന്നു ജനുവരി 22. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗ്രഹാം സ്റ്റെയിനെയും 2 പിഞ്ചു മക്കളെയും പച്ചയ്ക്ക് ഒറീസയിൽ ചുട്ടുകൊന്നത് ഈ ജനുവരി 22-നാണ്. പുതിയതായി രൂപം കൊള്ളാൻ പോകുന്ന മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന വന്നാൽ ന്യൂനപക്ഷങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടിയാണ് ജനുവരി 22. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, രാജ്യം ഭരിക്കുന്നവർക്ക് സെക്കുലറിസം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള പദമല്ല. അതിനവർ കണ്ടുപിടിച്ച പേര് സെക്കുലറിസം എന്നാണ്. രോഗം അത് വിദേശമാണ്, വിദേശിയാണ്, നമ്മുടെ രാജ്യത്തിനൊന്നും ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് ഈ സെക്കുലറിസം ലോകത്തിന് ആദ്യമായി സംഭാവന ചെയ്ത, ആ വാക്ക് ലോകത്ത് ആദ്യമായി പറഞ്ഞ, ലോകത്തിന് സംഭാവന ചെയ്ത ജോൺ ഹോക്കിൻ്റെ മരണ ദിവസമാണ്. ഈ 3 ദിവസം, ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് മുഹൂർത്തമില്ലാതിരുന്നിട്ടും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇതിന് മുഹൂർത്തം പറ്റാത്ത സ്ഥലത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ജനുവരി 22 തന്നെ ഇതിന് തെരഞ്ഞെടുത്തതിൻ്റെ ഒരു കാരണം. ഭരണഘടന ഇപ്പോൾ നമുക്ക് തോന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ. ഹിറ്റ്ലർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മൻ ഭരണഘടനയെ അങ്ങനെയൊന്നും മാറ്റിയില്ല. അതിന് പകരം അദ്ദേഹം എഴുതി വെച്ചത് എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് എഴുതി. എനേബിളിംഗ് ആക്ട്. ആ എനേബിളിംഗ് ആക്ട് എഴുതി ചേർത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ചാൻസലർ, ഹിറ്റ്ലറെ പറഞ്ഞിരുന്നത് ചാൻസലർ എന്നാണ്, ആ ചാൻസലർ പറയുന്നതാണ് നാളെ മുതൽ ജർമ്മനിയുടെ നിയമം. അങ്ങനെ 1942 ഏപ്രിൽ 16 അദ്ദേഹം ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ജനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്, രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത് വരെ ഭരണഘടനയെ ബാഹ്യമായ എല്ലാ അവകാശങ്ങളെയും എടുത്തു കളഞ്ഞപ്പോൾ പോലും ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജനങ്ങൾക്ക് കൊടുത്തിരുന്ന അവകാശങ്ങളെ ഭരണാധികാരികൾ നിഷേധിച്ചപ്പോൾ എതിരായ ഒരു വിധിയും വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കി. ഭരണഘടനയൊക്കെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, നമ്മളൊക്കെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ജുഡീഷ്യറിക്കും ഒക്കെ ഒരു വലിയ പ്രാമുഖ്യം കിട്ടാൻ പോവുകയാണെന്ന് ചില ആളുകളൊക്കെ വിശ്വസിച്ചു. അദ്ദേഹം ഈ അടുത്താണ് പറഞ്ഞത്, ഈ അടുത്ത് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന 2 ആഴ്ച മുൻപ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് നടത്തി. ഞാൻ പറഞ്ഞതെന്താ, വിധി എഴുതേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ വിധി എഴുതുമെന്നതിനെക്കുറിച്ച് ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ചാണ് വിധി. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് വിധി വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നാളിതേ വരെയുള്ള ചരിത്രത്തിൽ ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയാണെങ്കിലും വിധി എഴുതുമ്പോൾ ഏത് ജഡ്ജാണ് വിധി എഴുതിയത് എന്നതിൻ്റെ താഴെ എഴുതി ഒപ്പിടും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായി അയോധ്യ വിധി വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് എഴുതിയത് എന്നതിനെക്കുറിച്ച് ഒരു ജഡ്ജിയും അതിൻ്റെ താഴെ എഴുതിയില്ല. ദൈവം പറഞ്ഞിട്ടാണ്. ദൈവം പറയുന്ന കാര്യത്തിന് വിധി എഴുതേണ്ട കാര്യമില്ല.
അങ്ങനെ ഇല്ലാത്ത, ഒപ്പില്ലാത്ത, ജസ്റ്റിസുമാരുടെ പേരില്ലാത്ത ഒരു വിധിയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നത്. അപ്പോൾ ഈ വിധിക്ക് കൂട്ടുനിന്ന മുഴുവൻ ആളുകൾക്കൊക്കെ ദൈവം വലിയ വലിയ പാരിതോഷികം കൊടുത്തു. ചീഫ് ജസ്റ്റിസിനെ ഉടനെ തന്നെ രാജ്യസഭാംഗമാക്കി, വേറൊരാളെ പിടിച്ച് ഗവർണറാക്കി, 2 ജഡ്ജിമാരെ ചീഫ് ജസ്റ്റിസുമാരാക്കി. അങ്ങനെ ഈ ബെഞ്ചിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ദൈവം വലിയ തോതിൽ പാരിതോഷികം കൊടുത്തു. ആ ദൈവം ആരാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് ഭരണഘടന പ്രദാനം ചെയ്യുമ്പോൾ, ഇപ്പോൾ വിധിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ലോകത്തുണ്ടായ വിധി പ്രസ്താവം, ആ വിധി പ്രസ്താവത്തെ പരാമർശിക്കും. ഇന്ന രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇന്ന വിധി, ഇന്ന വിധി, ഇന്ന വിധി, ഇന്ന ജസ്റ്റിസുമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ജൂറി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നു. ലോകത്ത് മുഴുവൻ തന്നെ നടക്കുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ വിധി പ്രസ്താവനകളിലൊക്കെ ഇത്തരം പ്രസ്താവനകളൊക്കെ വരും. ആ പ്രസ്താവനകൾ ഒക്കെ സ്വാഭാവികമായി കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇപ്പോൾ ഭരണഘടനയൊക്കെ നമുക്കവിടെ നിൽക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ 39, ഭരണഘടനയിൽ 39 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. സ്വത്ത് കേന്ദ്രീകരണം എന്ന് പറയുന്നത് നിയന്ത്രിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്തുകൾ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിനല്ലാതെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പുകളൊന്നും മാറ്റിയിട്ടില്ല. ഭരണഘടന അങ്ങനെ കിടക്കുക, അതൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്തും എല്ലാ പൊതുമേഖലാ സ്ഥാപനവും ഒക്കെ ഇങ്ങനെ പോവുക. 200 ശതകോടീശ്വരന്മാരുടെ കയ്യിൽ ഇപ്പോൾ 200 പേരാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോഡി വരുന്ന സമയത്ത് 54, ഇപ്പോൾ 200ആയി. 200 ശതകോടീശ്വരന്മാരുടെ കയ്യിൽ, അതിൽ 4 പേരുടെ കയ്യിൽ എൻ്റെയും നിങ്ങളുടെയും 148 കോടിയോളം വരുന്ന മനുഷ്യരുടെ സിംഹഭാഗം സമ്പത്തിൻ്റെയും ഉറവിടമായിട്ട് ഇവർ മാറി. ലോകസമ്പത്തോ 800 കോടിയോളം മനുഷ്യരുണ്ട്. ആ 800 കോടിയോളം വരുന്ന മനുഷ്യരുടെ കയ്യിൽ 5 പേരുടെ കയ്യിലേക്ക് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ സിംഹഭാഗവും 77% കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വർത്തമാന ലോകത്തും വർത്തമാന ഇന്ത്യയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഐൻസ്റ്റൈൻ ഭരണഘടനയെക്കുറിച്ച് വളരെ പ്രസിദ്ധമായൊരു കാര്യം പറഞ്ഞു. ഭരണഘടനയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ജനങ്ങളുടെ നെഞ്ചൂക്കിലാണ് ഒരു ഭരണഘടന നിലനിൽക്കുക എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ. നമ്മുടെ ഭരണഘടന നമ്മുടെ പൂർവികന്മാർ രക്തം ചിന്തി ജീവൻ നൽകി നേടിത്തന്നിരുന്ന അവകാശങ്ങളെ നമ്മിൽ നിന്ന് തട്ടിപ്പറിക്കുമ്പോൾ അരുത് എന്ന് പറയാനുള്ള നമ്മുടെ പ്രതിരോധത്തിൻ്റെ കരുത്താണ് ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്ത് തരിക. ആ പ്രദാനം ചെയ്യുന്നതിന് പതുക്കെ ഒരു ഭാഗത്തേക്ക്, ഇത് ഒറ്റയടിക്കുന്നതൊന്നും എടുത്ത് കളയാനൊന്നും പോകുന്നില്ല, കാരണം അതവിടെ നിന്നോട്ടെ. ഷെർലക് ഹോംസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമുണ്ട്, കുരയ്ക്കാത്ത പട്ടി. പട്ടിയുടെ ധർമ്മം എന്താ? KG ശങ്കരപ്പിള്ളയുടെ കവിത പറഞ്ഞതുപോലെ, ഇതാ ജാരൻ, ഇതാ വിരുന്നുകാരൻ എന്ന് പറഞ്ഞ് പട്ടി വരുമ്പോൾ ഇങ്ങനെ കുരയ്ക്കും. KGSൻ്റെ പ്രസിദ്ധമായൊരു കവിതയിലുള്ളത്, ഇതാ ജാരൻ, ഇതാ വിരുന്നുകാരൻ. പട്ടിയുടെ ധർമ്മം കുരയ്ക്കില്ല. ആരെങ്കിലും കടന്നു വരുമ്പോൾ അതിനാ പട്ടിയെ നമ്മൾ വളർത്തുന്നത്. ഈ കുരയ്ക്കാത്ത പട്ടിയാണെങ്കിലോ ഷെർലക് ഹോംസിൻ്റെ കഥയിലെ, കുറ്റാന്വേഷണ കഥയിലെ ഒരു കഥാപാത്രമാണ് കുരയ്ക്കാത്ത പട്ടി അതിൻ്റെ ധർമ്മം നിർവഹിക്കില്ല. അതവിടെ കിടന്ന് ഉറങ്ങും. ആരെങ്കിലും വന്നാലും നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഭരണഘടനയെ പതുക്കെ ഉറക്കിക്കിടത്തി അതിനുള്ളിലെ ജീവത്തായ മൂല്യങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഉതകുന്ന രൂപത്തിൽ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യം. ഇന്ത്യയുടെ വർഗീയ കലാപങ്ങളുടെ ചരിത്രത്തിലേക്ക് വരിക. ഇന്ത്യയുടെ വർഗീയ കലാപം എന്ന് പറയുന്നത് 1893 ഓഗസ്റ്റ് മാസത്തിലാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ കലാപം പഞ്ചാബിലുണ്ടാകും. പഞ്ചാബിൽ ബ്രിട്ടീഷ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർഷകർക്കെതിരായിട്ടുള്ള ഒരു നിയമം ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്നു. പഞ്ചാബിലെ കർഷകർ വലിയ തോതിൽ അതിനെതിരായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ RSSന് മുൻഗാമിയായിരിക്കുന്ന ഹിന്ദു മഹാസഭയ്ക്ക് മുൻഗാമിയായിരിക്കുന്ന പഞ്ചാബ് ഹിന്ദു മഹാസഭ, ആ പഞ്ചാബ് ഹിന്ദു മഹാസഭയ്ക്ക് രൂപം കൊടുത്തിരുന്ന വ്യക്തി റായ് ബഹദൂർ, അദ്ദേഹം പറഞ്ഞു, കർഷകരുടെ ദുരിതങ്ങൾക്ക് കാരണം ബ്രിട്ടീഷുകാരുടെ നിയമമൊന്നുമല്ല, പശുവിനെ മര്യാദയ്ക്ക് പരിപാലിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഗോസംരക്ഷണ സംഘങ്ങൾ ഉണ്ടാക്കി വലിയ കലാപങ്ങളുണ്ടായി. അതാണ് രേഖപ്പെടുത്തപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ കലാപം. വിഭജനകാലത്തെ കലാപങ്ങളുടെ കാര്യമൊക്കെ പറയാം.
1923 ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ലാഹോറിൽ കലാപം, 27 കാൺപൂരിൽ കലാപം, നാഗപ്പൂർ കലാപം, ഇങ്ങനെ കലാപങ്ങളുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് ഒരുപാട് കലാപങ്ങളുണ്ടായി. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ചോര ചിന്തി, രാജ്യം വിഭജിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യ ഭരണഘടനയും നിലവിൽ വന്നതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വലിയ കലാപം എന്ന് പറയുന്നത് 1961 ജബൽപൂർ കലാപമാണ്. ആ ജബൽപൂർ കലാപത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചതിച്ച് കൊന്നു എന്ന് പറയുന്ന വ്യാജ പ്രചരണം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ വന്ന കലാപമായിരുന്നു. 100ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അന്ന് അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന പ്രതാപ് കെ ലാഹരി അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ കലാപത്തിന് വേണ്ടിയുള്ളൊരു അന്തരീക്ഷം സംഘപരിവാർ ശക്തികൾ ഉണ്ടാക്കിയെടുത്തത് എന്നതിനെക്കുറിച്ചാണ് ആ പ്രതാപ് കെ ലാഹരിയുടെ പുസ്തകത്തിൽ വിശദമായ രൂപത്തിലുള്ള വിശദീകരണമുള്ളത്. ഈ 61 കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ദേശീയോദ്ഗ്രഥനം ഉണ്ടാക്കണം. ആ ദേശീയോദ്ഗ്രഥനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നെഹ്റു സർക്കാരിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയോദ്ഗ്രഥന കൗൺസിൽ എന്ന് പറയുന്ന ഒന്ന് രൂപം കൊടുക്കുന്നതിൻ്റെ കാര്യകാരണമായി മാറിയതും ഈ ജബൽപൂർ കലാപമാണ്. ജബൽപൂർ കലാപം കഴിഞ്ഞപ്പോൾ നിന്നോ? ഇല്ല. 69 വീണ്ടും അഹമ്മദാബാദ് കലാപം ഉണ്ടായി. 800 പേരോളം കൊല ചെയ്യപ്പെട്ടു. 800 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. വലിയ കലാപങ്ങളുണ്ടായി. ആ കലാപത്തിനുള്ളിൽ ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായിയും തമ്മിൽ കോൺഗ്രസിനുള്ളിൽ നടന്ന തർക്ക വിതർക്കങ്ങളാണ് അതിന് കാരണമെന്ന് ആ കാലത്ത് തന്നെ വലിയ വാർത്തകൾ വന്നു. മൊറാർജിയുടെ പിന്താങ്ങുന്ന ഒരാളായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഇത് സ്പോൺസർ ചെയ്തത് എന്ന് പറയുന്ന അഹമ്മദാബാദ് കലാപത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നു. 1960 മുതൽ 70 വരെ 7964 കേന്ദ്ര സർക്കാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കണക്കനുസരിച്ച് 7964 വർഗീയ കലാപങ്ങൾ 1960-നും 70-നും ഇടയ്ക്ക് നടന്നു. 72-നും 84-നും ഇടയ്ക്ക് 6510 കലാപങ്ങൾ നടന്നു. 6510 കലാപങ്ങൾ. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രത്തിൽ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇഷ്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 89 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് 63ഓളം കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. 1000-ലേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം ആദ്യത്തെ കർസവ 831ഓളം കലാപങ്ങൾ. ഡിസംബർ 6-ന് 2000-ഓളം കലാപങ്ങൾ. 2014-ന് ശേഷം 1179 കലാപം. 16-നും 2020-നും ഇടയ്ക്ക് 3399 കലാപം. ഇപ്പം ഈ വർഗീയ കലാപങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മാത്രമായി ഇന്നത്തെ കാലത്ത് നമുക്കതിനെ കാണാൻ പറ്റുമോ? അത് അങ്ങനെ ചെയ്യുന്നത് തികച്ചും തെറ്റായിരിക്കും. നമ്മൾ ചില ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ പാവകളി കാണും. പാവ കളിക്കുന്ന ആളുകൾ പാവ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യും. പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് ആരും കാണാത്തൊരു ഒരു ചരട് ഇങ്ങനെ കൈകൊണ്ട് അനക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിദ്വാൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഒരു പക്ഷേ പിടികിട്ടില്ല. നമ്മൾ ഈ പാവകളി മാത്രമാണ് കാണുക. ഞാൻ 2 കാര്യങ്ങൾ ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂർത്തമായി വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് ലവ് ജിഹാദ് അതേപോലെയൊക്കെയുള്ള ചില വിഷയങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകൾ നമ്മുടെ തൊട്ടടുത്ത് എറണാകുളം ജില്ല, നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന എറണാകുളം ജില്ലയിൽ വഖഫ് ബോർഡിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസക്കാരും RSSും ഒക്കെ ഇപ്പോൾ 2 ദിവസം മുൻപാണ് റിപ്പബ്ലിക്കൻ ടിവിയിൽ അർണോസ് ഗോസ്വാമി ലോകത്തെ ഏറ്റവും വലിയ വിഷയമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നൊരു വിവാദത്തിൻ്റെ പ്രശ്നമായി തിരികൊടുത്തിക്കൊണ്ടിരിക്കുന്നൊരു വിവാദം നമ്മുടെ മുനമ്പം എറണാകുളം ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. നമ്മൾ കേൾക്കുന്നതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് പല കാര്യങ്ങൾ വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിൽ വർഗീയ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിത്ത് വിതച്ചത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണ്. അപ്പോൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ച എന്ന് പറയുന്നത് രാമനോടുള്ള ഭക്തി കൊണ്ടുണ്ടായതാണോ? രാമഭക്തിയെ ഉപയോഗിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ ഇതിന് പിന്നിൽ എന്താണ്? 1980-ൽ ലോകത്തെവിടെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന കാലത്തൊക്കെ തന്നെ അതിനെതിരായി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ലോകത്തെമ്പാടും ഭരണകർത്താക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. 2000 വർഷം മുൻപ് റോമിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ടെർട്ടൂലിയൻ എന്ന് പറയും, ഒരു ചരിത്രകാരനാണ്. ആ ടെർട്ടൂലിയൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി
മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ, തൊഴിലില്ലാതെ വരുമ്പോൾ, പണമില്ലാതെ വരുമ്പോൾ, ജീവിതത്തിൻ്റെ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ സംഘർഷം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നത് എന്നതിനെക്കുറിച്ച് 2000 വർഷം മുൻപ് ടെർട്ടൂലിയൻ പറഞ്ഞത്, ടൈബർ നദി നഗരങ്ങളിലേക്ക് കരകവിഞ്ഞൊഴുകിയാൽ, ടൈബർ നദി നഗരങ്ങളിലേക്ക് കരകവിഞ്ഞൊഴുകിയാൽ, നൈൽ നദി ഗ്രാമങ്ങളിലേക്ക് ഒഴുകിയെത്തിയില്ലെങ്കിൽ, ഭൂമി കുലുങ്ങിയാൽ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ, അപ്പോൾ ഒരു ആക്രോശമുയരും. ക്രിസ്ത്യാനികളെ സിംഹത്തിനെറിഞ്ഞു കൊടുക്കുക. അന്ന് ക്രിസ്ത്യാനികൾ ഇന്നത്തെ ക്രിസ്ത്യാനിയല്ല, വേറെ തരത്തിൽ ഒളിവിലൊക്കെ പാർത്ത് ജീവിക്കുന്ന അവരെ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത് കൊല്ലുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു കൂടി നിർത്തുക. അത് അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ 1980 വാഷിങ്ടണിൽ അമേരിക്കൻ CIA പുത്രികാ സ്ഥാപനമായിരിക്കുന്ന കാർണഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അവർ 1980 വാഷിങ്ടണിൽ യോഗം ചേർന്നാണ് ഇന്ത്യയിൽ 3000-ഓളം ആരാധനാലയങ്ങൾ തർക്ക പ്രശ്നമാക്കണം എന്ന് തീരുമാനിച്ചു. ആ വർഷം തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ സാർവദേശീയ സമ്മേളനം വാഷിങ്ടൺ DC കൂടി. ഈ കാർണഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറയുന്ന സംഘടന 3000-ഓളം ആരാധനാലയങ്ങളെ തർക്ക പ്രശ്നമാക്കണം എന്ന് പറയുന്ന തീരുമാനമെടുക്കുകയും അതിൽ 1ാം സ്ഥാനം ബാബറി മസ്ജിദിന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അതേ വർഷം 81 നമ്മുടെ കൊച്ചിയിൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നത്. വിശാല ഹിന്ദു സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ കർക്കിടക മാസമില്ലേ, രാമായണ മാസമുള്ളൂ. നമുക്കിപ്പോൾ കർക്കിടക മാസമില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം എഴുതി കഴിഞ്ഞപ്പോൾ വെട്ടത്ത് നാട്ടിൽ നിന്ന് അദ്ദേഹം സാധാരണ മലയാള ഭാഷയിൽ എഴുതിയതിൻ്റെ പേരിൽ അന്ന് നാട്ടുരാജ്യങ്ങൾ നാട് കടത്തിവിടുന്നു. വെട്ടത്ത് നാട്ടിൽ നിന്ന് നാട് കടത്തിയ തുഞ്ചത്തെഴുത്തച്ഛന് ഇത് തന്നെയായിരുന്നു രാമചരിതമാനസം എഴുതിയ തുളസീദാസൻ സാധാരണ രൂപത്തിൽ സംസ്കൃതത്തിൽ എഴുതാത്തത് കൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തിയ ഒരു മുസ്ലിം പള്ളിയിലാണ് ജീവിതകാലം മുഴുവൻ വന്നത്. അദ്ദേഹം ജീവിച്ചു പോയി. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വന്നതിന് ശേഷം ജൂൺ 14-ാം തീയതി ഈ പരിപാടി നടത്തിയ ആളുകൾ ആലുവയിൽ ഒരു താന്ത്രിക പീഠം സ്ഥാപിച്ചു. അമ്പലങ്ങളിൽ വാവരും അയ്യപ്പനും തമ്മിൽ നമ്മൾ വലിയ പിണ്ടി കൊണ്ടൊക്കെ വലിയ ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ തന്നെ ശബരിമലയിൽ പോകുന്ന ആളുകളൊക്കെ അമ്പലം ഉണ്ടാക്കും. അതൊക്കെ വീടുകളിൽ നിന്ന് കെട്ട് നിറച്ചങ്ങോട്ട് പോകും. അതൊക്കെ പതുക്കെ അങ്ങോട്ട് മാറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെളിപ്പൂക്കൾ വിരിയുന്ന ഒരു നാട്ടിൽ തൃശ്ശൂർക്കാർ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരാണല്ലേ എന്ന് തമാശ കളിയാക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ്. ചെളിപ്പൂക്കൾ വിരിയുന്നൊരു കാലത്താണ്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, സമയം വൈകിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് വർഗീയത നമ്മുടെ സമൂഹത്തിൽ, ഉത്തരേന്ത്യ പോലെ വർഗീയ കലാപങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നമ്മൾ എന്തിനാണോ എതിർക്കുന്നത് ആ ഐഡിയോളജി പതുക്കെ ക്രീപ്പ് ചെയ്ത് നമ്മളെയൊക്കെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി ചില ആളുകൾ പറഞ്ഞ കാര്യമുണ്ട്. അയ്യപ്പപ്പണിക്കൊരു കവിതയിൽ പറഞ്ഞു, ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിയെ മറന്നൊന്നും ചെയ്യരുത്. ഈ ഇരട്ടത്താപ്പ് 2 കുരിപ്പുഴയുടെ കവിതയാണ്. പുറത്ത് മതച്ചെരുപ്പ്, മതേതര ചെരുപ്പ്, അകത്ത് മതച്ചെരുപ്പ്, അകത്ത് പൂന്താൻ, പുറത്ത് ലെനി. ഈ ഒരു ഇരട്ട ഏർപ്പാട്. പിന്നെ VK ബാലകൃഷ്ണൻ വേറെ കാര്യത്തിലും കൂടി കളിയാക്കി പറഞ്ഞു, പുരോഗമനത്തിൻ്റെ പൂരപ്പറമ്പുകളിൽ നാം വെറുതെ ഇരിക്കുകയായിരുന്നു. പുരോഗമനത്തിൻ്റെ പൂരപ്പറമ്പുകളിൽ നാം വെറുതെ ഇരിക്കുകയായിരുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം നമ്മുടെ ജീവിതത്തിൽ, ഗ്രാംചി പറയും, ദൈനംദിനത്തിൽ ഇടപെടുക. ദൈനംദിനത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം പറയുന്ന ഐഡിയോളജി എങ്ങനെ കൊണ്ടുവരണം. ജീവിതമായാലും മരണമായാലും വിവാഹമായാലും പേരുവിളിയാണെങ്കിലും ഇതൊക്കെ ജീവിതത്തിന് പുറത്തുള്ള ചില കാര്യങ്ങളാണ്. അതൊന്നും സാംസ്കാരിക മണ്ഡലത്തിൽ വരുന്നതല്ല. അപ്പോൾ ചെളിപ്പൂക്കൾ വിരിയാനുള്ള കാരണം ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം മാത്രമല്ല, 1980 മുതൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫലപ്രദമായ ഉപയോഗത്തിന് ഇന്ധനമാക്കി മാറ്റാൻ സാമ്രാജ്യത്വ മൂലധനവും അതിനെ പിൻപറ്റുന്നവരും വഹിച്ച പങ്ക് കൂടിയാണ് കേരളം പുറകോട്ട് നടക്കുന്നതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉത്തരേന്ത്യയിലെ പോലെ മൊറാദാബാദുകൾ ഉണ്ടാകുന്നില്ല, അഹമ്മദാബാദുകൾ ഉണ്ടാകുന്നില്ല. അതിന് കാരണം നമ്മുടെ ഒരു സാമൂഹ്യ മൂലധനമാണ്.
സമത്വത്തെക്കുറിച്ചുള്ളൊരു മഹാസങ്കല്പം നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ പൂത്തിരി കത്തുന്നത് പോലെ നിലനിൽക്കുന്നു. സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം, ആ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം പതുക്കെ കാർന്ന് തിന്നുന്നതിന് വേണ്ടിയുള്ള ശക്തികളൊക്കെ തന്നെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ കൂടിയാണ്, സാമ്രാജ്യത്വ മൂലധനം കൂടിയാണ് ഇതിൻ്റെ പ്രയോക്താക്കൾ, അതിൻ്റെ പിന്നിൽ ചരട് വലിക്കുന്നവരെന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.